സത്രം കാനനപാതയിലൂടെയായിരുന്നു ഇത്തവണത്തെ എൻ്റെ ശബരിമല യാത്ര. പുലർച്ചെ 4 മണിക്ക് സത്രത്തിലെത്തി വനത്തിലേക്ക് കയറുന്നതിനുള്ള ടോക്കൺ എഴുതി വാങ്ങി. ഓർക്കണം, അത് വളരെ അത്യാവശ്യമാണ്. പുലർച്ചെ 8:30 ഉദ്യോഗസ്ഥർ കാനനപാതയിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകി. മനോഹരമായൊരു പ്രഭാതമായിരുന്നു അത്. സത്രം യാത്രയിൽ ആകെ സഞ്ചരിക്കേണ്ട ദൂരം 14 കിലോമീറ്റർ ആയിരുന്നു. അതിൽ ആദ്യ 2 കിലോമീറ്റർ കഠിനമായ കയറ്റം തന്നെയാണ്. ആ കയറ്റം കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് മണ്ണ് നിറഞ്ഞ പാതയുള്ള പുൽമേടിലേക്കാണ്. മരങ്ങളോ വൃക്ഷങ്ങളോ യാതൊന്നും തന്നെ ഇല്ലാതെ നീണ്ടു നിവർന്നു കിടക്കുന്ന പുൽമേടുകൾ. ചിലപ്പോൾ കയറ്റവും ചിലപ്പോൾ ഇറക്കവുമായി സമ്മിശ്രമായ പാതകളിലൂടെയുള്ള യാത്ര ഏറെ നേരം തുടർന്നുകൊണ്ടേയിരുന്നു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ യാതൊന്നും തന്നെ അനുവദിക്കുകയില്ല. വനപാലകർ ഒരുക്കിയിട്ടുള്ള കുടിവെള്ള സംഭരണിയിൽ നിന്നും ദാഹമകറ്റി അല്പനേരം നമ്മൾ അവിടെ വിശ്രമിച്ചു. ഈ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന ദൃശ്യഭംഗി തന്നെയാണ്. എന്ത് മനോഹരമാണ് ഇവിടം. അയ്യപ്പന്റെ പൂങ്കാവനം. ശരിക്കും ആ പേരിന് അത്രത്തോളം ചേർച്ചയുള്ളൊരു ഭൂവിഭാഗം തന്നെയാണ് ഇവിടം. നോക്കത്താ ദൂരത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന പുൽമേടുകൾ, പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വാരങ്ങളും. അങ്ങ് ദൂരെ കാടിന്റെ അതിർത്തിയിൽ നിന്ന് അയ്യപ്പന്മാരെ നോക്കി നിൽക്കുന്ന മാനുകളും കാട്ടുപോത്തുകളും പിന്നെ ആനക്കൂട്ടങ്ങളും. തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്നു. യാത്ര കഠിനമാവുന്നു. വനപാലകരൊരുക്കിയിട്ടുള്ള കഞ്ഞിപ്പുരയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ആഹാരം കഴിച്ച് വീണ്ടും അയ്യപ്പനാമം ചൊല്ലി സന്നിധാനത്തിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. ഒരു 6 കിലോമീറ്റർ മാത്രമാണ് ഇനിയുള്ള യാത്ര എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു. കുത്തനെയുള്ള ഇറക്കത്തിലൂടെയായിരുന്നു പിന്നീടുള്ള യാത്ര. സത്രം യാത്രയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗവും ഇവിടം തന്നെയാണ്. അങ്ങനെ നടന്ന് തളർന്ന് വിശ്രമിച്ച് നമ്മുടെ യാത്ര സന്നിധാനത്തിനടുത്തെത്തി. അങ്ങ് ദൂരെ ശരണം വിളി കേൾക്കുന്നുണ്ട്. ഭഗവാന്റെ പുണ്യദർശനം കിട്ടി. ആ യാത്ര അവിടെ അവസാനിച്ചു. അടുത്ത മണ്ഡലകാലം വരെ ഇനി കാത്തിരിപ്പ്. സ്വാമി ശരണം.